أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على جسد سيدنا محمد في الأجساد. اللهم صل على قبر سيدنا محمد في القبور. اللهم صل على روح سيدنا محمد في الأرواح. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ജാമ്യയിലെ അഭിവന്യ ഗുരുവര്യന്മാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെ എല്ലാവരെയും ഇവിടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ സഹായിച്ചവർ, നമുക്ക് ഭക്ഷണം നൽകിയവർ, നമുക്ക് വെള്ളം നൽകിയവർ, നമുക്ക് വസ്ത്രം നൽകിയവർ, നമ്മെ സ്നേഹിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും എല്ലാം അവനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് എൻ്റെ അഭിവന്യ ഗുരുവര്യർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പറും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രശസ്ത പണ്ഡിതനും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ധീര പോരാളിയുമായിരുന്ന ബഹുമാനപ്പെട്ട കാടേരി ഉസ്താദ് അവറുകൾ ഇന്ന് ഖബറിനടിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനുഭാവനോടൊപ്പം നമ്മെ എല്ലാവരെയും ഒരു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബീഉൽ അവ്വൽ മാസത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ സ്മരിക്കേണ്ടത് നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ മഹാന്മാരായ നേതാക്കന്മാരെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിയ എന്ന് പറയുന്ന തെന്നിന്ത്യയിലെ അത്യുന്നത മത കലാലയമായ ഈ കലാലയത്തിലെ അഭിവന്യ ഗുരുവര്യരുമായ ബഹുമാനപ്പെട്ട മുഹഖിഖുൽ ഉലമ എ.പി. ഉസ്താദ് വിട പറഞ്ഞത് ഈ റബീഉൽ അവ്വലിലാണ്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യരായ ഉസ്താദും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പറും പ്രശസ്ത കർമ്മശാസ്ത്ര വിശാരദനുമായ ബഹുമാനപ്പെട്ട PC കുഞ്ഞാലൻകുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ ഇവിടെ പറഞ്ഞത് ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ.
അതുപോലെ തന്നെ ഇടപ്പള്ളി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ പണ്ഡിതൻ, പട്ടിക്കാട് ജാമിഅ നൂരിയ സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ തുടക്കം കുറിക്കുമ്പോൾ മഹാനായ വാണിയമ്പലം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാർ ഇടപ്പള്ളിയിലേക്ക് വണ്ടി കയറി. മഹാനായ ഇടപ്പള്ളി ഉസ്താദ് എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെ ജാമിഅയുടെ പ്രഥമ പ്രിൻസിപ്പാളാക്കാൻ അദ്ദേഹം പറഞ്ഞ മറുപടി, വാണിയമ്പലം ഉസ്താദിനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. എൻ്റെ ഉമ്മ എന്നോടൊരു വസിയത്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഉമ്മ എന്നോടൊരു വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇടപ്പള്ളിക്കാർക്ക് എന്നാണോ നിന്നെ വേണ്ടാത്തത് അന്നേ നീ ഇവിടെ നിന്ന് പോകാവൂ എന്ന് എൻ്റെ ഉമ്മായുടെ വസിയത്തുണ്ടായതുകൊണ്ട് പട്ടിക്കാട് ജാമിഅ നൂരിയ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്ത് ഉലമ നടത്തുന്ന ആദ്യത്തെ മതപഠന സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് ക്ഷണിച്ചപ്പോ അത് തമസ്കരിച്ച വിനയത്തിന്റെ സ്വരൂപമായിരുന്നു ഇടപ്പള്ളി ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ. അദ്ദേഹം ഇവിടെ പറഞ്ഞത് റബീഉൽ അവ്വൽ 15-നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട മഹാന്മാരോടുകൂടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസമാണ്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പറയുന്ന വിശുദ്ധമാക്കപ്പെട്ട മാസം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിനെ പ്രണയിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ള വിശ്വാസി ലോകത്തിനാണ്. ആദരവായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തുകൊണ്ടും സ്നേഹിക്കാൻ നമ്മൾ അർഹരാണ്, നമ്മൾ ബാധ്യതയുള്ളവരാണ്. ഒരാൾ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ 4 കാരണങ്ങളാണ് ഭൗതികമായി ബുദ്ധിപരമായി ചിന്തിച്ചാൽ 4 കാരണങ്ങളാണ് ഉള്ളത് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ 4 കാരണങ്ങളാണുള്ളത്. ഒന്ന് അൽ ജമാൽ, ഒന്ന് സൗന്ദര്യമാണ്. ഏതൊരു വ്യക്തിയുടെ സൗന്ദര്യം കണ്ടാൽ, അദ്ദേഹത്തിന്റെ മുഖകമലത്തിന്റെ ഭംഗി കണ്ടാൽ, അദ്ദേഹത്തിന്റെ ആകാര വടിവ് കണ്ടാൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി സ്വാഭാവികമായും സ്നേഹിച്ചു പോകും. മറ്റൊന്ന് അൽ ഖറാബത്തു, മറ്റൊന്ന് കുടുംബബന്ധമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ഖറാബത്ത് കുടുംബബന്ധമാണ്. ഒരാൾ തന്റെ ഉമ്മയെ സ്നേഹിക്കാൻ, ഒരാൾ തന്റെ മകനെ സ്നേഹിക്കാൻ, ഒരാൾ തന്റെ ഉമ്മയെയും ഉപ്പപ്പയെയും തന്റെ ഉമ്മമ്മയെയും സ്നേഹിക്കാൻ അത് ഖറാബത്ത് എന്ന ബന്ധം കാരണമാണ്. ഉമ്മ വികലാംഗയാകാം, ഉമ്മ വിരൂപിയാകാം, ഉമ്മ കറുത്തവളാകാം. എന്തൊരു കാരണമുണ്ടെങ്കിലും, എന്ത് ന്യൂനതകളുണ്ടെങ്കിലും ഉമ്മയെ ഒരു വ്യക്തി സ്നേഹിച്ചിരിക്കും. ഇങ്ങനെ ഖറാബത്താണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാനുള്ള രണ്ടാമത്തെ കാരണം. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തെ കാരണം അൽ ഇഹ്സാൻ, മൂന്നാമത്തെ കാരണം ഇഹ്സാനാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഗുണം ചെയ്താൽ, ഒരൽപ്പം പണം കൊടുത്താൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ഇല്ലായ്മ ചെയ്താൽ ആ വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു പോകും. നാലാമത്തേതായി കാരണം പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ, ഒരു വ്യക്തിയിൽ എന്തെങ്കിലും സവിശേഷ സിദ്ധികളുണ്ടെങ്കിൽ, എന്തെങ്കിലും സവിശേഷ ഗുണങ്ങളുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ഇഷ്ടപ്പെട്ടു പോകും. അഥവാ ഒരാൾക്ക് നല്ല പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ, നന്നായി പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ, നന്നായി എഴുതാൻ കഴിവുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും സവിശേഷമായ ഗുണസിദ്ധികൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ മറ്റൊരു വ്യക്തി ഇഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ ഭൗതികമായി ചിന്തിച്ചാൽ 4 കാരണങ്ങളാണ് സ്നേഹത്തിന്റെ മാനദണ്ഡങ്ങൾ ഉള്ളതെങ്കിൽ, ഇങ്ങനെയുള്ള സ്നേഹത്തെ ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന സ്നേഹത്തിന്റെ 4 മാനദണ്ഡങ്ങളും ഒരുപോലെ സമ്മേളിച്ച ഒരേ ഒരാളുള്ളൂ, ലോകത്തുണ്ടായിട്ടുള്ളൂ. അത് ഹബീബായ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമാരായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നല്ല ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലൈലത്തുൽ ബദ്റിന്റെ അന്ന് ഒരു 14-ാം രാവിന്റെ അന്ന് ഞാൻ പൂർണ്ണ ചന്ദ്രനിലേക്കും ഹബീബായ നബി തങ്ങളുടെ മുഖകമലത്തിലേക്കും മാറി മാറി നോക്കിയപ്പോ എനിക്ക് ഏറ്റവും വലിയ സൗന്ദര്യമായി അനുഭവപ്പെട്ടത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യമായിരുന്നുവെന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വകാന അഹ്സനൻ നാസ് വകാന അജ്വദൻ നാസ് വകാന അസ്ജഅൻ നാസ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് മാനദണ്ഡമായി പറയുന്നത് ഖറാബത്താണ്, കുടുംബബന്ധമാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധമുള്ളത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു വ്യക്തിയുടെയും റൂഹിന്റെ പിതാവാണ്. ജസദിന്റെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിൽ റൂഹിന്റെ പിതാവ് അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മൂന്നാമത്തെ മാനദണ്ഡം ഇഹ്സാനാണെങ്കിൽ, ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യേണ്ട ഗുണമാണെങ്കിൽ ആ ഗുണമാണ് ഹബീബായ നബി തങ്ങൾ നമ്മളൊക്കെ കണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിന് വേണ്ടി മരണവേളയിൽ പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞു കരഞ്ഞ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് എന്റെ ഉമ്മത്തിനെ നരകത്തിൽ കിടക്കരുത് എന്ന് പ്രാർത്ഥിച്ച ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഈ മൂന്നാമത്തെ മാനദണ്ഡം നമുക്ക് കണ്ടെത്താൻ കഴിയും. നാലാമത്തെ മാനദണ്ഡം സവിശേഷമായ ഗുണസിദ്ധികളാണ്. ആ ഗുണസിദ്ധികളുടെ പരിപൂർണമായ സ്വത്വമായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ നീതിമാൻ, ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യവാൻ, ലോകത്തെ തന്നെ മാറ്റിമറിച്ച് ഏറ്റവും വലിയ യുദ്ധനയതന്ത്രജ്ഞൻ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിശേഷണ ഗുണങ്ങളുടെ ഏറ്റവും വലിയ സ്വരൂപമായിരുന്നു ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ ഏത് മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമ്മൾ ഏറ്റവും സ്നേഹിക്കാൻ അർഹതപ്പെട്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനെയാണ് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം എല്ലാവരും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ പുകഴ്ത്തുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റിയിട്ട് വല്ലാതെ പുകഴ്ത്തുകയാണ്. നിങ്ങളാണ് ഏറ്റവും വലിയ ആൾ, നിങ്ങളാണ് ഏറ്റവും മഹത്വമുള്ള ആൾ. എല്ലാവരും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പുകഴ്ത്തുമ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങ് കരയുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിലൂടെ കണ്ണുനീർ അങ്ങനെ ചാലിട്ടെടുക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, ജനങ്ങളെ നിങ്ങൾ എന്നെ പുകഴ്ത്തല്ലേ, നിങ്ങൾ എന്നെ ശ്രേഷ്ഠതയാക്കല്ലേ, നിങ്ങൾ എനിക്ക് ഫളീലത്ത് നൽകല്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്തെന്നറിയോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു രാത്രി പോലും ഈ ഉമറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ജീവിതത്തിൽ ഒരു രാത്രിയും പകലും ഈ ഉമറിനങ്ങ് തന്നാലോ, ഈ ഉമറിന്റെ ജീവിതത്തിൽ മുഴുവൻ രാത്രിയും പകലും ചെയ്ത അമലുകൾ മുഴുവൻ ഉമർ തങ്ങളതാ സിദ്ദീഖിന് നൽകാൻ തയ്യാറാണ്. അബൂബക്കർ തങ്ങളുടെ ജീവിതത്തിൽ ഒരു രാത്രിയും പകലും എനിക്ക് നൽകിയാലോ, ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ രാത്രിയും പകലും ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവൻ നൽകാനോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് നൽകാൻ തയ്യാറാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുമ്പോ അവിടെ കൂടിയ ആളുകൾ ചോദിക്കുന്നു, അല്ലയോ ഉമർ തങ്ങളെ, ഏതാണ് ഉമർ തങ്ങളെ ആ രാത്രി, ഏതാണ് ഉമർ തങ്ങളെ ആ പകല്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നിറകണ്ണുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ രാത്രിയില്ലേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ രാത്രിയില്ലേ, ആ രാത്രിയുടെ പ്രതിഫലം എനിക്ക് നൽകുകയാണെങ്കിലോ ഈ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ രാത്രി മുഴുവൻ അബൂബക്കർ സിദ്ദീഖിന് സമർപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂലിനെ പുറത്തിരുത്തിയിട്ട് സൗർ ഗുഹയുടെ മുകളിലേക്ക് കയറിപ്പോയ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ രാത്രിയില്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ പാമ്പ് കടിക്കുമോ എന്ന് പേടിച്ചിട്ട് തന്റെ വസ്ത്രം മുഴുവൻ കീറിയിട്ട് സൗർ ഗുഹയുടെ പൊത്തുകളടച്ച അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പകലില്ലേ, ആ പകലങ്ങ് നൽകിയാലോ ഈ ഉമർ തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കാൻ, ഈ ഉമർ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പ്രതിഫലങ്ങളും നൽകാനോ സന്നദ്ധനാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ, പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ഹബീബായ നബി തങ്ങൾ അങ്ങനെയാണ് കണ്ടിരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലിനെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ച മഹാന്മാരായ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ ഹൃദയത്തിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളഞ്ഞിട്ടുകൊണ്ട് ശത്രുക്കൾ ആക്രമിക്കുമ്പോ ഉമ്മു അമ്മാറ എന്ന് പറയുന്ന സ്ത്രീ കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലൂടെ മുറിവ് വകത്താൻ, അല്ലാഹുവിന്റെ റസൂലിനെ വെട്ടിക്കൊലപ്പെടുത്താൻ വരുന്ന ശത്രുക്കൾക്ക് മുമ്പിൽ കവചമായി തീർക്കുക
കൊടുക്കുകയാണ്. ഉമ്മു അമ്മാറ എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് കവചം തീർക്കുമ്പോ പ്രിയമുള്ളവരെ, പെട്ടെന്നതാ ഉമ്മു അമ്മാറയുടെ ശരീരത്തിലേക്ക് ഒരു ശത്രുവങ്ങ് ഇത് വിട്ട് അമ്പ് കൊട്ടുളക്കുകയാണ്. ഉമ്മു അമ്മാറയുടെ തോളത്തങ്ങ് ബില്ല് തട്ടുകയാണ്. ഉമ്മു അമ്മാറ അങ്ങ് ഇരുന്നു പോവുകയാണ്. ശരീരത്തിൽ നിന്ന് വല്ലാതെ രക്തമൊഴുക്കുകയാണ്. ഉമ്മു അമ്മാറ എവിടെ അങ്ങിരിക്കുമ്പോ ഉമ്മു അമ്മാറയുടെ പ്രിയപ്പെട്ട മകൻ കടന്നു വന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുമ്പിൽ സംരക്ഷണ കവചമൊരുക്കുന്നു, എന്റെ പ്രിയപ്പെട്ട മാതാവിനെ സഹായിക്കാൻ, എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകളും വില്ലുകളും എടുക്കാൻ എന്റെ പ്രിയപ്പെട്ട മകന് തന്റെ ഉമ്മാന്റെ മുമ്പിൽ ഒരു സംരക്ഷണ കവചമായി നിൽക്കുമ്പോ ഉമ്മു അമ്മാറ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി വനിത പറയുന്നുണ്ട്, എന്റെ പ്രിയപ്പെട്ട മകനോട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മകനെ, നീ എന്നെ പരിഗണിക്കണ്ട, നീ എന്റെ ശരീരത്തിലേക്ക് അമ്പ് വരുന്നത് സൂക്ഷിക്കണ്ട. അല്ലാഹുവിന്റെ റസൂലപ്പുറത്ത് അമ്പും വില്ലും തട്ടുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക്, അവിടുത്തെ റിസാലത്തിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിലേക്ക് അമ്പ് കൊള്ളുന്നുണ്ട് പ്രിയപ്പെട്ട മകനെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് നീ കവചം തീർക്കുന്ന മഹതിയായ ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു പോയെങ്കിൽ, പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള സ്നേഹമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് വേണ്ടത്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഏതൊരാൾക്കും അവന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അവന്റെ ബന്ധുമിത്രാദികളെക്കാളും ഏറ്റവും വലിയ സ്നേഹിതൻ ഞാനാവുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ വിശ്വാസിയാവുകയില്ല എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? എന്താണ് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? സ്നേഹമെന്ന് പറയുന്നത് മറ്റൊരാളിൽ നിന്ന് പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ലല്ലോ സ്നേഹം. സ്നേഹം മറ്റൊരാളിൽ നിന്ന് എന്നെ നിങ്ങൾ സ്നേഹിക്കണം, എന്നെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസമൊന്നും പൂർണ്ണമാവുകയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മറ്റൊരാളിൽ നിന്ന് പിടിച്ചു വാങ്ങേണ്ടതല്ലല്ലോ സ്നേഹം. സ്നേഹമെന്നത് ഹൃദയത്തിൽ സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ്. പിന്നെ എന്തിനാണ് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞത്? വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞത്? അതിന് കാരണമുണ്ട്. കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മയാണ് സ്നേഹിച്ചത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റെന്തിനേക്കാളും അവിടുത്തെ ഉമ്മത്തിനെയാണ് സ്നേഹിച്ചത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ഹബീബിനെ സ്നേഹിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും കൈയോടെ നിരാശരാക്കി വിടില്ല. തന്റെ ഹബീബിനെ സ്നേഹിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറും കൈയോടെ നിരാശരാക്കില്ല എന്ന് ഹബീബായ നബി തങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും രക്ഷപ്പെടണം എന്ന ബോധ്യവും ഉറപ്പും ദൃഢതയുമുണ്ടായതുകൊണ്ടാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാൽ അത് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കലാണ്. തന്റെ ഹബീബിനെ സ്നേഹിച്ചവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കടത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യമുണ്ടായതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മോടെല്ലാം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ കൽപ്പിച്ചത്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നത്. അങ്ങനെയായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു സ്വഹാബി ഉണ്ടായിരുന്നു, മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് വിവർണമായ മുഖവുമായിട്ട് കടന്നു വരികയാണ്. ശരീരമാകെ മെലിഞ്ഞൊട്ടുകയാണ്. സൗബാൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ ശരീരമാകെ മെലിഞ്ഞൊട്ടിയിരിക്കുന്നു, കണ്ണുകളിൽ കുഴി വീണിരിക്കുന്നു, മുഖമാകെ വിവർണമായിരിക്കുന്നു. ആ സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുമ്പോ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലയോ സൗബാൻ തങ്ങള്,
എന്താണ് നിങ്ങളുടെ മുഖമാകെ വിവർണമായിരിക്കുന്നത്? നിങ്ങൾക്ക് വല്ല രോഗവുമുണ്ട് സൗബാന എന്ന് ചോദിക്കുമ്പോ മഹാനായ സൗബാന റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ മാബി മറദും വലാ വജഅ, എനിക്കൊരു രോഗവുമില്ല നബിയേ, എനിക്കൊരു വേദനയുമില്ല നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയേ, എനിക്കൊരു വേദനയുമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, എനിക്കങ്ങയെ കാണാതിരുന്നാലും, അങ്ങയുടെ മുഖം കാണാതിരുന്നാലും, അങ്ങയുടെ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിലെ അഹ്ലു സുഫയുടെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിക്കിൽ നിന്നു ഹദീസ് പഠിച്ചില്ല എങ്കിൽ റസൂലുള്ളാഹി തങ്ങള് അതെനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, അങ്ങനെ കണ്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത മനപ്രയാസമാണ്. ആ പ്രയാസം വന്നിട്ടാണ് നബിയേ എന്റെ മുഖം വല്ലാതെ വിവർണമായിരിക്കുന്നത്. സൗബാൻ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ ഈ ദുനിയാവില് ഈ മദീനയില് എന്നും ഞാൻ അങ്ങയുടെ മുഖം കാണുന്നുണ്ടല്ലോ നബിയേ, എല്ലാ ദിവസവും പള്ളിയിലേക്ക് വന്നാൽ അങ്ങയുടെ മുഖം കാണാം, എന്ന് വന്നാലും അങ്ങയുടെ മുഖം കാണാം. പക്ഷെ നാളെ പരലോകത്ത് ചെല്ലുമ്പോ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ സൗബാൻ അങ്ങയുടെ മുഖം കാണാൻ സൗഭാഗ്യമുണ്ടാകുമോ എന്നറിയില്ല നബിയേ. സൗബാൻ തങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരയുന്നു, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ റസൂലേ, നാളെ പരലോകത്ത് വന്നിട്ട് അങ്ങയെ കാണാൻ എനിക്ക് കഴിയുമോ നബിയേ എന്ന് പറയുമ്പോ മഹാനായ സൗബാൻ തങ്ങളോട് റസൂലുള്ള കാരണം അന്വേഷിക്കുന്നു. സൗബാൻ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാനെങ്ങാനും സ്വർഗത്തിലേക്ക് കടന്നാൽ, ഞാനെങ്ങാനും നാളെ മരിച്ചു ചെന്ന് സ്വർഗത്തിലാണെങ്കിൽ നബി എനിക്ക് അങ്ങയെ കാണാൻ കഴിയില്ലല്ലോ. കാരണം അങ്ങ് നബിമാരോടുകൂടെ ആയിരിക്കുമല്ലോ, അങ്ങ് സ്വർഗത്തിന്റെ അത്യുന്നതമായ മണിമാളികയിലായിരിക്കുമല്ലോ, ഈ സൗബാൻ അങ്ങയെ കാണാൻ സൗഭാഗ്യമുണ്ടാവില്ലല്ലോ. അല്ല, ഇനി ഞാൻ നരകത്തിലാണ് പോകുന്നതെങ്കിൽ റസൂലേ, ഇനി ഞാൻ നരകത്തിലാണ് കിടക്കുന്നതെങ്കിൽ എനിക്ക് അങ്ങയെ ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ നബിയേ എന്ന് മഹാനായ സൗബാൻ തങ്ങൾ വന്നിട്ടു അല്ലാഹുവിന്റെ റസൂലിനോടങ്ങ് കരഞ്ഞു പറയുമ്പോ മലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്നിറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റിസാലത്തിന്റെ നെറ്റിത്തടമങ്ങ് വിയർക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുക്കുകയാണ്, വമയ്യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് പാരായണം ചെയ്തു കൊടുക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെ വഴിപ്പെട്ടാൽ, ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെട്ടാൽ അവൻ സിദ്ദീഖീങ്ങളോടുകൂടെയാണ്, നബിമാരോടുകൂടെയാണ്, ശുഹദാക്കളോടുകൂടെയാണെന്നു അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ വളരെ കൃത്യമായി പറയുമ്പോ, വളരെ വ്യക്തമാക്കി പറയുമ്പോ, പ്രിയമുള്ളവരെ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം. ഹബീബായ നബി തങ്ങളുടെ ആസാറുകളെ, അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ബാക്കി വെച്ച ആസാറുകളെ ബഹുമാനിക്കണം. മഹാനായ ഇമാം ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ലോകത്തെ ഏറ്റവും ആദ്യം ഹദീസ് ഗ്രന്ഥം രചിച്ച മുവത്ത എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥം രചിച്ച മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ബിൻ മുബാറക് തങ്ങൾ പറയുകയാണ്, മദീനത്തെ പള്ളിയിൽ നിന്നിട്ട് മഹാനായ ഇമാം ദാറുൽ ഹിജ്റ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസ് അങ്ങ് പാരായണം ചെയ്തു കൊടുക്കുമ്പോ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് ലദഅതുഹു 16 മറ, 16 പ്രാവശ്യം വന്നിട്ട് തേളങ്ക് കുത്തുന്നു.
മഹാനായ ഇമാം മാലിക് തങ്ങളുടെ ഹദീസ് നിർത്തുന്നില്ല. 16 പ്രാവശ്യം തേളുകുത്തിയിട്ടും ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഹദീസിന്റെ ഗ്രന്ഥം പൂട്ടിവെച്ചില്ല. ഇമാം മാലിക് തങ്ങളുടെ ശരീരമാകെ വിവർണമാവുകയാണ്, മുഖമാകെ നീലവർണ്ണമാവുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഹദീസ് മുഴുവൻ പാരായണം ചെയ്തു. ഹദീസിന്റെ സബക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഞാൻ പതുക്കെ മഹാനായ ഇമാം മാലിക് തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. ഞാൻ ചോദിച്ചു, ഇമാം മാലിക് തങ്ങള്, ലഖദ് റഅയ്തുൽ യൗമ മിൻക അജബാ, ഇന്ന് വല്ലാത്ത അത്ഭുതം ഞാൻ കണ്ടു തങ്ങളെ. അങ്ങയുടെ മുഖം വല്ലാതെ വിവർണമായല്ലോ. അങ്ങയുടെ ശരീരത്തിൽ വന്നിട്ട് 16 പ്രാവശ്യം തേളുകുത്തുന്നത് ഞാൻ കണ്ടെന്നു മഹാനായ ഇമാം മാലിക് തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, എന്നിട്ടും എന്തേ അങ്ങ് ഹദീസ് പൂട്ടിവെക്കാതിരുന്നത്? എന്നിട്ടും എന്തേ അങ്ങ് ഹദീസിന്റെ കിതാബ് പൂട്ടിവെക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഇമാം മാലിക് തങ്ങൾ പറയുകയാണ്, ഇന്നമാ സ്വബർതു ഇജ്ലാലൻ ലിഹദീസ് റസൂലില്ലാഹ്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെ ബഹുമാനിച്ചതിന് വേണ്ടിയാണ് ഞാൻ 16 പ്രാവശ്യം എന്നെ തേളുകുത്തിയിട്ടും ഹദീസ് ഗ്രന്ഥം പൂട്ടിവെക്കാതിരുന്നത് എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോയെങ്കിൽ അങ്ങനെയുള്ള ബഹുമാനമാണ്, ആദരവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ആദരവാണ് നമുക്ക് വേണ്ടത്. അതേ ഒരു സംഭവം ഈ പട്ടിക്കാട് ജാമിഅ നൂരിയ സഭയ്ക്ക് നടന്നല്ലോ. മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞല്ലോ, അങ്ങയുടെ 2 മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥം പൂട്ടിവെച്ചില്ല, ഹദീസ് മുഴുവൻ എടുത്തു വെച്ചിട്ടാണ് മഹാനായ കാളമ്പാടി ഉസ്താദ് എന്ന് എഴുന്നേറ്റ് പോയത് എന്ന് അന്ന് ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ഇരുന്ന് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ മാതൃക പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ ആദ്യകാലത്ത് മദീന പള്ളിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഹദീസിന്റെ സബക്ക് എടുത്തിരുന്നത്. ഹദീസിന്റെ ക്ലാസ് മദീന പള്ളിയിൽ ഹബീബായ നബി തങ്ങളുടെ ഖബറിനോട് ഓരം ചേർന്ന് റസൂലുള്ളാഹിന്റെ മബൈന ഖബരി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിൽ അവിടെ ഇരുന്നായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു മദീനയിലെ തന്റെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. എന്നാൽ അവസാന കാലത്ത് ബഹുമാനപ്പെട്ടവർ തന്റെ ഹദീസ് ക്ലാസ് തന്റെ വീട്ടിലേക്ക് മാറ്റി. ബഹുമാനപ്പെട്ടവർ പിന്നീട് അവസാന കാലത്ത് വീട്ടിൽ വെച്ചായിരുന്നു ബഹുമാനപ്പെട്ടവർ സബക്ക് എടുത്തിരുന്നത്. ബഹുമാനപ്പെട്ടവർ അവസാനം മരിക്കാൻ പോകുമ്പോ, ബഹുമാനപ്പെട്ടവർ അവസാനം വഫാത്താകാൻ പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുത്തു, ഞാൻ ഒരുപാട് കാലം മദീന പള്ളിയിലായിരുന്നു, ഞാൻ ഹദീസിന്റെ സബക്ക് എടുത്തിരുന്നത്. എന്നാൽ അവസാന കാലത്ത് ഞാൻ എന്റെ സബക്ക് എന്റെ വീട്ടിലേക്ക് മാറ്റിയത് ലൗലാ അന്നി ഫി ആഖിരി യൗമിൻ മാ അഖ്ബർതുകും മർളി സലിസുൽ ബൗൽ. എനിക്ക് മൂത്രവാർച്ചയായിരുന്നു. എന്റെ അവസാന കാലത്ത് എനിക്ക് മൂത്രവാർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയിലേക്ക് കടക്കുമ്പോ എനിക്ക് വുളു ഉണ്ടാവില്ല. വുളു ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മദീന പള്ളിയിൽ കിടക്കാൻ ഭയമാണ്. അതുകൊണ്ടാണ് ഞാൻ മദീന പള്ളിയിൽ വുളു ഇല്ലാതെ കിടക്കാതിരുന്നത്. അതുകൊണ്ടാണ് മദീന പള്ളിയിൽ നടന്നിരുന്ന എന്റെ സബക്ക് ഞാൻ വീട്ടിലേക്ക് മാറ്റിയത് എന്ന് മഹാനായ ഇമാം ദാറുൽ ഹിജ്റ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ, പ്രിയമുള്ളവർ, അങ്ങനെയുള്ള സ്നേഹമാണ്, അങ്ങനെയുള്ള ഹബീബായ നബി തങ്ങളോടുള്ള അങ്ങനെയുള്ള സ്നേഹമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള സ്നേഹം കാണിച്ചവരൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം ബോധ്യപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം നിറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മറ്റൊരു ചിന്തയുമില്ലാത്ത ഹൃദയവുമായി ജീവിച്ച മഹാന്മാരൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം വളരെ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ മുമ്പിലേക്ക് ഉവൈസ് എന്ന് പറയുന്ന ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ആള് കടന്നു വരും. ഉമറേ,
ഉമറേ, ഉവൈസുൽ ഖർനി കടന്നു വരുമ്പോ ഉവൈസുൽ ഖർനിയെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയണേ. റസൂലുള്ളാഹി തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ? അൻത ഫിൽ ജന്ന, അൻത ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങൾ രണ്ടാമത്തെ ആളായ ഇസ്ലാമിക ഖിലാഫത്തിന്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉമറേ, നീ എങ്ങാൻ സയഅതിയലൈക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളുടെ മുമ്പിലേക്ക് ഉവൈസ് ഇബ്നു ആമിർ കടന്നു വരുമോ? ഉവൈസ് ഇബ്നു ആമിർ കടന്നു വന്നാൽ ആർക്കെങ്കിലും ഉവൈസ് ഇബ്നു ആമിറുമായിട്ട് ഉവൈസ് ഇബ്നു ആമിർ നിങ്ങൾ കണ്ടാൽ അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ പറയണേ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടാണ്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയല്ല, അദ്ദേഹം ഒരു താബിഈയാണ്. ഒരു താബിഈയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ സ്വഹാബിയോട് ആവശ്യപ്പെടുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഉമർ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉവൈസുൽ ഖർനിയോട് പറയണമെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. എങ്ങനെയാണ് ഉവൈസുൽ ഖർനി തങ്ങൾക്ക് ആ വിവരം കിട്ടിയത്? അത്ര വലിയ ഫളീലത്ത് കിട്ടിയത്, അത്ര വലിയ ശ്രേഷ്ഠത ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ, ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലല്ലാത്ത മറ്റൊരാളും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. എല്ലാ ദിവസവും മദീനയിൽ നിന്നാരെങ്കിലും വന്നാൽ, യമനിലേക്ക് ആരെങ്കിലും മദീനയിൽ നിന്ന് കടന്നു വന്നാൽ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ചോദിക്കും, അൻത മിനൽ മദീന, നിങ്ങൾ മദീനയിൽ നിന്നാണോ? ആരെങ്കിലും മദീനയിൽ നിന്ന് കടന്നു വരുന്നുണ്ടോ? ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ മദീനയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു തുകബ്ബിലു ബൈന യൈനൈഹി, ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ കണ്ണുകൾക്കിടയിൽ ചുംബിക്കുമായിരുന്നുവെന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കടന്നു വന്ന ഒരു കൂട്ടം കാഫിര ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി തങ്ങളുടെ മുമ്പിലേക്ക് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഉവൈസേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൻകസറത്ത് സനിയത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപല്ല് പൊട്ടിയിട്ടുണ്ട് ഉവൈസേ. ഉഹുദിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻപല്ല് പൊട്ടിത്തകർന്നിട്ടുണ്ട് ഉവൈസേ എന്ന് പറയുമ്പോൾ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായ അങ്ങ് വീണുപോകുന്നു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി വീണുപോവുകയാണ്. റസൂലുള്ളാഹിന്റെ പല്ല് പൊട്ടിയെന്ന് കേട്ടപ്പോ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി വീണുപോയി. പിന്നീട് ബോധം തെളിഞ്ഞപ്പോ അടുത്ത് കണ്ട കല്ലെടുത്തിട്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു കസ്സറ സനിയത്തഹു, എന്റെ പ്രിയപ്പെട്ട മുൻപല്ലങ്ങ് കുത്തിപ്പൊട്ടിക്കുകയാണ്. എന്റെ ഹബീബായ നബി തങ്ങൾക്ക് പല്ലില്ല എങ്കിലും എന്റെ റസൂലുള്ളാഹിന്റെ മുൻപല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ഉവൈസിന് നീ പല്ല് വേണ്ട, ഈ ഉവൈസിന് നീ പല്ല് വേണ്ട എന്ന് പറഞ്ഞ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള മഹാന്മാരെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടിയിട്ടാണ് ഒരു കപ്പൽ കടലിലൂടെ സഞ്ചരിച്ചു പോയത്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു കപ്പലിലുണ്ടെന്ന് ആർക്കും അറിയില്ല. കപ്പലതാ സമുദ്രത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോ കപ്പലങ്ങ് മുങ്ങിപ്പോവുകയാണ്. പെട്ടെന്നതാ കപ്പലിൽ നിന്നൊരു മനുഷ്യൻ കടന്നു വന്നിട്ട് സമുദ്രത്തിലങ്ങ് മുസല്ലയിടുകയാണ്. സമുദ്രത്തിൽ മുസല്ലയിട്ടിട്ട് ആ സമുദ്രത്തിന്റെ മുകളിൽ ഒരു മനുഷ്യൻ അങ്ങ് നിസ്കരിക്കുമ്പോ മുങ്ങിത്താകാൻ നിൽക്കുന്ന കപ്പലിരിക്കുന്ന സഹയാത്രികളെ മുഴുവൻ ആ മഹാനായ മനുഷ്യന്റെ മുമ്പിൽ കടന്നു ചെന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ കപ്പലിതാ മുങ്ങിത്താവുകയാണ്, ഞങ്ങളുടെ കപ്പൽ മുങ്ങിത്താവുന്നു, അതുകൊണ്ട് താൻ ഒരു പരിഹാരം പറഞ്ഞു തരണേ.
അങ്ങ് ഈ ബഹറിൽ മുസല്ലയിട്ട് നിസ്കരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ബഹറിൽ മുസല്ലയിട്ട് നിസ്കരിക്കാൻ ഞങ്ങൾക്കും ഒരു അവസരം നൽകണേ, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ ആ മനുഷ്യനങ്ങ് പറയുകയാണ്, തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, നിങ്ങൾ ഹൃദയത്തിലെ എല്ലാ കറകളും മാറ്റിവെച്ചേക്കുക, ഹൃദയത്തിലെ എല്ലാ ഹൃദയത്തിലെ എല്ലാ വിഷമങ്ങളും എല്ലാ തെറ്റുകളും മാറ്റിവെച്ചേക്കുക, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്ന് ആ മനുഷ്യനങ്ങ് പറയുമ്പോ തുബ്നാ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ, ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ആ മനുഷ്യനോട് പറയുന്നു, ഞങ്ങളിതാ ഞങ്ങളുടെ ദോഷങ്ങൾ മുഴുവൻ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുകയാണ്, ഞങ്ങളുടെ തൗബ മുഴുവൻ ഞങ്ങളുടെ ദോഷങ്ങൾ മുഴുവൻ പുറത്തു തരാനും ഞങ്ങൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. ആ മനുഷ്യന്മാര് മുഴുവൻ പറയുമ്പോ ആ കടലിൽ മുസല്ലയിട്ട് നിസ്കരിച്ച മനുഷ്യൻ അവർക്കെല്ലാവരോടും മുസല്ലയിടാൻ പറയുകയാണ്. അങ്ങനെ എല്ലാവരും അതാ മുസല്ലയിട്ട് കടലിന് മുകളിൽ നിസ്കരിക്കുന്നു. അവസാനമതാ കപ്പലങ്ങ് മുങ്ങിത്താവുകയാണ്. ആ മനുഷ്യനോട് മനുഷ്യന്മാർ ചോദിക്കുന്നു, അങ്ങ് ആരാണ്? ഈ കടലിന് മുകളിൽ മുസല്ലയിട്ട് നിസ്കരിക്കാൻ മാത്രം വലിയ പവറുള്ള അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, ഞാൻ ഉവൈസുൽ ഖർണിയാണ്. ആ നേരത്ത് പറയുന്നു, ഞങ്ങളുടെ കപ്പൽ മുങ്ങിത്താവുകയാണ്. ഈ കപ്പൽ ഇതാ മദീനയിലേക്ക് പോവാനുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലുള്ള ഫുഖറാക്കൾക്കുള്ള ഭക്ഷണമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന എന്ന് കേട്ടപ്പോ ഉവൈസുൽ ഖർണി തങ്ങളുടെ ഹൃദയമങ്ങ് വേവലാതിപ്പെടുന്നു. ഉടനെ കരകയറി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ഈ കപ്പൽ രക്ഷപ്പെടുത്തണമെന്നോ. ഉടൻ താകാൻ പോകിരുന്ന കപ്പൽ മുകളിലേക്ക് പൊന്തി വന്നെന്നു ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുമ്പോ ഹബീബായ നബി തങ്ങളെ പ്രണയിച്ചാലുള്ള അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചാലുള്ള മഹത്വം ഇതൊക്കെയാണ്. എന്റെ പ്രിയമുള്ളവര്, റസൂലുള്ളാഹിനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ല, യാ ബുനയ്യ ഇൻ ഖദർതൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫീ ഖൽബിക ഇശ്ഉൻ ലിഅഹദിൻ ഫദാലിക മിൻ സുന്നതി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ ബുനയ്യ ഇൻ ഖദർതൻ തുസ്ബിഹ വ തുംസിയ, നിനക്ക് പ്രദോഷത്തിലും പ്രഭാതത്തിലും പതിരാവിലും ഒരാളോട് പോലും വെറുപ്പില്ലാത്ത, ഒരാളോട് പോലും അസൂയയില്ലാത്ത, ഒരാളോട് പോലും അഹങ്കാരമില്ലാത്ത, വെറുപ്പും കൊള്ളരുതായ്മയും ഇല്ലാത്ത ഹൃദയം നിനക്കുണ്ടോ? ശുദ്ധമായ ഹൃദയം നിനക്കുണ്ടോ? ദാലിക മിൻ സുന്നതി, അതെന്റെ ചര്യയാണ്. മൻ അഹബ്ബ സുന്നതി കാന മഈ ഫിൽ ജന്ന എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയെങ്കിലും എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ അങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅ ഇബ്നു ആമിർ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയെ ചക്രവർത്തിമാരുടെ മുമ്പിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി പറഞ്ഞയക്കുകയാണ്. റബീഅ ഇബ്നു ആമിർ എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബി കടന്നു ചെല്ലുമ്പോ ചക്രവർത്തിമാര് മുഴുവൻ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന തീന്മേശയ്ക്ക് മുമ്പിലിരിക്കുകയാണ്. ആ സമയത്താണ് റബീഅ ഇബ്നു ആമിർ കടന്നു ചെല്ലുന്നത്. ആ സ്വഹാബിയോട് പറയുന്നു, റബീഅ ഇബ്നു ആമിർ, ഞങ്ങളോടുകൂടെ ഭക്ഷണം കഴിക്കാനിരിക്കൂ, ഞങ്ങളോടുകൂടെ ഭക്ഷണം കഴിക്കാനിരിക്കൂ. അങ്ങനെ രാജാക്കന്മാരുടെ തീന്മേശയ്ക്ക് മുമ്പിൽ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്നാണ് റബീഅ ഇബ്നു ആമിർ തങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു തരി ഭക്ഷണം അങ്ങ് താഴേക്ക് വീഴുന്നത്. ഉടനെ റബീഅ ഇബ്നു ആമിർ തങ്ങൾ തന്റെ ഇടത്തെ കൈകൊണ്ട് നിലത്തേക്ക് ചാടിയ ഭക്ഷണം എടുത്തിട്ട് തന്റെ വലത്തെ കയ്യിലേക്ക് അങ്ങ് വെച്ചിട്ട് റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ആ ഭക്ഷണത്തിന്റെ തരി വായിലേക്ക് അങ്ങ് വെക്കുമ്പോ അവിടെ കൂടിയ രാജാക്കന്മാര് ചോദിക്കുന്നു, അല്ലയോ റബീഅ ഇബ്നു ആമിർ, പട്ടിണി പാവമേ, നിന്റെ മുമ്പിൽ ഇതാ വിഭവസമൃദ്ധമായ ഭക്ഷണം കിടക്കുമ്പോ എന്തിനാണ് താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് പുറക്കുന്നതെന്ന് ചോദിക്കുമ്പോ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു രാജാക്കന്മാരുടെ മുഖത്തേക്ക് ചങ്കൂറ്റത്തോടെ നോക്കിയിട്ട് പറയുകയാണ്, അനതുറുകു സുന്നത്ത റസൂലില്ലാഹി ബിഹൗലായി ഹംഖാ. ഈ പമ്പരവെട്ടികൾക്ക് വേണ്ടി എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ഒഴിവാക്കാൻ ഈ റബീഅ ഇബ്നു ആമിർ തയ്യാറല്ല എന്ന് മഹാനായ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ചങ്കൂറ്റത്തോടുകൂടെ രാജാക്കന്മാരുടെ മുന്നിലേക്ക് പറഞ്ഞു പോയെങ്കിൽ
പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ, എൻ്റെ ഉമ്മത്ത് ഫസാദാകുമ്പോൾ, എൻ്റെ ഉമ്മത്തിൽ അരുതായ്മകളും കൊള്ളയും കൊലയും കൊള്ളരുതായ്മയും വ്യഭിചാരവും അരങ്ങേറുമ്പോൾ ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ ഇംസാക്ക് ചെയ്താൽ, ആരെങ്കിലും മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവനിക്ക് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ, പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാളെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.